ട്രേഡേഴ്സ് മാർക്കറ്റിൽ ഞാൻ ജസ്റ്റ് ഒരു എൻട്രി എടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മളുടെ എൻട്രിയും സ്റ്റോപ്പ് ലോസും ടാർഗറ്റും കൂടെ ഒന്ന് പ്ലാൻ ചെയ്യാം. എന്നിട്ട് ഞാൻ മാർക്കറ്റിൽ ട്രേഡ് എടുക്കാനുണ്ടായ റീസണും എങ്ങനെയാണ് ട്രേഡ് എടുത്തതെന്നും കൂടെ പറയാം. ഇതാണ് നമ്മളുടെ ഇപ്പം ഈ ഫോം ആയിക്കൊണ്ടിരിക്കുന്ന ഗ്രീൻ ക്യാൻഡിലിൻ്റെ തൊട്ട് മുന്നിലത്തെ ക്യാൻഡിലിൻ്റെ ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയ ഉടനെയാണ് ഞാൻ ട്രേഡിൽ എൻട്രി എടുത്ത് ചെറിയൊരു സ്റ്റോപ്പ് ലോസ്, ഒരു 43 പോയിൻറ്റിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് ആണ്. അപ്പോൾ ഒരു 43 പോയിൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ ഒരു 80 പോയിൻറ്റ്സ് ആണ് നമ്മൾ ഇതിൻ്റെ അകത്ത് മിനിമം അച്ചീവ് ചെയ്യേണ്ടത്. സോ നമ്മുടെ ബാങ്ക് നിഫ്റ്റിയെ പോലെയല്ല, ഇതിൽ നല്ല മൊമെൻറ്റം, ഇതിൽ ഭയങ്കര മൊമെൻറ്റമാണ് അപ്പ് ആൻഡ് ഡൗൺ നടക്കാറ്. അപ്പോൾ ഇതിൽ 100 പോയിൻറ്റ്സ് 200 പോയിൻറ്റ്സ് എന്ന് പറയണമെന്നൊന്നും ഒന്നുമില്ല. സോ നമുക്ക് ഇനീഷ്യലി നമ്മളുടെ ടാർഗറ്റായിട്ട് 100 പോയിൻറ്റ്സും സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോയേയും വയ്ക്കുക. ട്രേഡ് എടുക്കാനുള്ള റീസൺ വളരെ സിമ്പിൾ റീസണാണ്. ഞാനൊരു വളരെ സിമ്പിൾ റീസണിലാണ് ട്രേഡ് എടുക്കാറുള്ളത്. ഇപ്പോൾ 2 EMI ഞാൻ പ്ലോട്ട് ചെയ്തേക്കണതാണ്. അതിന് വേണമെങ്കിൽ ഒരു സ്പെഷ്യൽ വീഡിയോ വേണമെങ്കിൽ നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് ആദ്യം തന്നെ ഇപ്പോൾ മാർക്കറ്റ് അവിടെ നിന്ന് തിരിയുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും കൊടുത്തിട്ടേക്കാം. ഇതൊക്കെ സ്റ്റോപ്പ് ലോസ് കൊടുക്കാനും ടാർഗറ്റ് കൊടുക്കാനും എല്ലാവർക്കും ഞാനിപ്പോൾ ഡെൽറ്റ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് പ്ലാറ്റ്ഫോമാണ് ഞാൻ ട്രേഡ് ചെയ്യാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പം ഞാൻ ഇത് യൂസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് കാരണങ്ങളോ അല്ലെങ്കിൽ ഏറ്റവും നല്ലതായതുകൊണ്ടോ ഇപ്പോൾ ചെറിയൊരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്, നല്ലതായതുകൊണ്ടോ ഒന്നുമല്ല, ജസ്റ്റ് യൂസ് ചെയ്തു. അപ്പം ആദ്യം തൊട്ടേ യൂസ് ചെയ്തപ്പോഴും കുഴപ്പമില്ല എന്ന് തോന്നി. ജസ്റ്റ് നെറ്റ്വർക്ക് ഞാൻ വാഗമണിലാണ് ഇപ്പോൾ ഉള്ളത്. ജസ്റ്റ് എണീറ്റ് ലേറ്റായിട്ട് എണീറ്റ്, അപ്പോൾ ഏകദേശം ഒരു 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എണീറ്റ് ഉടനെ ഞാൻ ഈ ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി കണ്ടപ്പോഴത്തേക്കും ഞാൻ ജസ്റ്റ് ട്രേഡിൽ എൻട്രി എടുത്താണ്. ഇവിടെ ഞാൻ താമസിക്കുന്ന അവിടുത്തെ വൈഫൈ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അറിയാമല്ലോ, വാഗമണിലേക്ക് നെറ്റ് ഇച്ചിരി ശോകമാണ്. സോ അതാണ് ഒരു ലാഗ് വരുന്നത്. ഓക്കെ, എനിവേയ്സ്, അപ്പോൾ പിന്നെ ഇനി പറയാനുള്ളത് ഡെൽറ്റയിലാണ് ഞാൻ ട്രേഡ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഞാൻ പറയുകയാണെങ്കിൽ ഇത് ട്രേഡ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ക്രിപ്റ്റോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫോറക്സ് മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം വേറൊന്നും കൊണ്ടല്ല, നല്ല ലിവറേജ് നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടും. നമുക്ക് പണ്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റും ഒക്കെ ഇത്രയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് പണ്ട് 10,000 രൂപയ്ക്കോ അല്ലെങ്കിൽ 20,000 രൂപയ്ക്കൊക്കെ നല്ല ക്വാണ്ടിറ്റിയും നല്ല ലിവറേജും ഒക്കെ കിട്ടുമായിരുന്നു. അതാണിപ്പം വെട്ടിക്കുറച്ച് ഇപ്പം മിനിമം ഏറ്റവും കുറഞ്ഞതൊക്കെ 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചേഴ്സിലൊന്നും തൊടാനേ പറ്റില്ല. ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഞാനൊക്കെ ഫ്യൂച്ചേഴ്സിലായിരുന്നു. ഓപ്ഷൻസിന് പകരം ഓപ്ഷൻസൊക്കെ അന്ന് റിസ്ക് അല്ലായിരുന്നു. റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചേഴ്സിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, വളരെ നിസ്സാര പൈസയ്ക്ക് നമുക്ക് ട്രേഡ് എടുക്കാവുന്നതുകൊണ്ട് ഫ്യൂച്ചേഴ്സിലായിരുന്നു അന്നൊക്കെ ട്രേഡ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഫ്യൂച്ചേഴ്സിലൊന്നും തൊടാൻ പോലും പറ്റില്ല. അപ്പോൾ ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസും തമ്മിലുള്ള വ്യത്യാസം എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. ഫ്യൂച്ചേഴ്സിൽ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ടൈമിൻ്റെ ഡീക്കേ വരില്ല. ഓപ്ഷൻസിലാണെങ്കിൽ നമ്മളുടെ ടാർഗറ്റ് എത്രയും മുന്നേ ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് മാർക്കറ്റ് പോകുന്നതെന്നുണ്ടെങ്കിൽ ടൈമിൻ്റെ ഒരു ഡീക്കേ വരും. അപ്പോൾ ബേസിക്കായ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. സോ അതിനെപ്പറ്റി ഒന്നും പറയണ്ടല്ലോ. ഓക്കെ, എനിവേയ്സ്, ട്രേഡ് എടുക്കാനുള്ള റീസൺ വളരെ സിമ്പിളാണ്. EMI 2 EMI ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്, 9 EMIയും 20 EMIയും. അതിൻ്റെ ക്രോസ് ഓവർ കിട്ടി. ആ ക്രോസ് ഓവർ കിട്ടി നെക്സ്റ്റ് ക്യാൻഡിൽ മാർക്കറ്റിൻ്റെ ഹൈയെ ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയ ഉടനെയാണ് ഞാൻ ട്രേഡിൽ എൻട്രി എടുത്തത്. ജസ്റ്റ് ഒരു വളരെ സ്റ്റോപ്പ് ലോസ് വളരെ ചെറുതായിരിക്കും ഈ ഒരു ടൈപ്പ് ഓഫ് ട്രേഡിൽ എൻട്രി എടുക്കുമ്പോൾ. ജസ്റ്റ് ഒരു 44 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് മാത്രമേ ഇതിൻ്റെ അകത്ത് നമുക്ക് ഉള്ളൂ. സോ ഇപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു പ്രോഫിറ്റ് എന്ന് പറയാൻ പറ്റില്ല, നമ്മളുടെ കോസ്റ്റിൽ തന്നെയാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ എനിവേയ്സ്, നോക്കാം, നമ്മൾ ടാർഗറ്റ് അത്ര കൊടുക്കണോ അതോ അതിൻ്റെ മേളിൽ കൊടുക്കണോ എന്ന് നോക്കാം. അല്ലെങ്കിൽ ഞാനിപ്പം ഇവിടുന്ന് ഇറങ്ങാനും കൂടെ നിൽക്കുമായിരുന്നു, ചെക്കൗട്ട് ചെയ്തേ, ഇന്നലെ എത്തിയതാ. അപ്പോൾ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് അങ്ങനെ കിടക്കട്ടെ, നമുക്ക് പോയാലും എനിക്ക് തോന്നുന്നു എത്ര പോകും, 1 2 ഒരു $3 $4 മിറ്റേ പോവുള്ളൂ, അതിൽ കൂടുതലൊന്നും പോകത്തില്ല. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ പ്രോഫിറ്റ്? ഞാൻ വളരെ സാധാരണക്കാരായി ട്രേഡിനെ കാണുന്നവരും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ പറയുന്നത്. ഇപ്പോൾ $1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 85 റുപ്പീസാണ്. അപ്പോൾ 85 ഇൻറ്റു എത്ര ഡോളറാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായം ഒരു 10,000 രൂപ മുടക്കിയാൽ നമുക്കൊരു ട്രേഡിൽ എൻട്രി എടുക്കാം. 10,000 ഒന്നും വേണ്ട, ഒരു 2,000 രൂപ 3,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക്
ഒരു ചെറിയ ക്വാണ്ടിറ്റിയിലൊക്കെ ട്രേഡ് എടുക്കാം. വേണ്ടെന്നേ ഒരു 5000 രൂപ ഇടും, മിനിമം ഒരു 5000 രൂപ. അതൊക്കെ നമുക്കിപ്പോൾ ബെയർ ചെയ്യാൻ പറ്റുന്ന നമ്മളെവിടെയെങ്കിലും ട്രിപ്പ് പോയെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തെന്നോ എടുത്ത് ഒരു 5000 രൂപ ഇട്ട് നിങ്ങൾ ട്രേഡിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പൊക്കോട്ടെ. ഇപ്പോൾ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ബാങ്ക് നിഫ്റ്റിയിലോ ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് അതേപോലെയുള്ള ഫണ്ട് വേണ്ടേ. ഇതിൽ അത്രയൊന്നും വേണ്ട. ഇതിൽ നമുക്കൊരു 5000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു അത്യാവശ്യം ചെറിയൊരു ക്വാണ്ടിറ്റി എടുക്കാം. ആ 5000 രൂപയ്ക്കകത്ത് ഒരു $10 നമുക്ക് പ്രോഫിറ്റ് എടുത്താൽ മതി. വലിയ എമൗണ്ടും വലിയ ഡോളറിൻ്റെ കണക്കൊന്നും പറയണ്ട. വെറും $10 വെറുതെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. $10 നമുക്ക് എല്ലാ ദിവസവും പ്രോഫിറ്റ് എടുക്കാൻ പറ്റിയാൽ ഒരു ദിവസം 850 രൂപ, 10 × 85 രൂപ വെച്ച് കൂട്ടിയോ 850 രൂപ നമുക്ക് ഒരു ദിവസം പ്രോഫിറ്റ് കിട്ടി. ഇന്നിപ്പം നമ്മളുടെ നാട്ടിൽ സാധാരണക്കാരനായ ഒരാൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ജോലിക്ക് പോയിട്ട് കിട്ടുന്ന കാശാണ് ആ 850. നമ്മൾ വേറെ ജോലിയും ചെയ്യുന്നുണ്ടല്ലോ, അതിൻ്റെ ഒപ്പം ഈ ഒരു 850 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും $10 മാത്രം ഒരു ദിവസം പ്രോഫിറ്റ് ഏൺ ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു ദിവസത്തെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഒരു 850 രൂപ എന്ന് വിചാരിച്ചോ. അപ്പോൾ നമുക്ക് 5000 രൂപ മുടക്കിയിട്ട് 850 രൂപ വെച്ച് നമുക്ക് ഡെയിലി എനി ടൈം നമുക്ക് ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഒരു 850 രൂപ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അതൊരു സൈഡ് ഇൻകമായി നമുക്കൊരു സൈഡ് നമ്മളുടെ ഒരു പാഷനെ ഫോളോ ചെയ്യുന്ന സാധനമായി നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ട്രേഡ് എടുക്കാം. ഒരു ലാപ്പൊന്നും വേണമെന്നില്ല, ജസ്റ്റ് ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ട്രേഡിൽ എൻട്രി എടുക്കാവുന്നതാണ്. സോ അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അപ്പോൾ പഠിക്കുക. പക്ഷേ ഇതിലിറങ്ങണതിന് മുന്നേ നമ്മുടെ 5000 നമ്മൾ ഹേർഡ് ഏൺ മണിയാണ്. നമ്മൾ അത്രയും കഷ്ടപ്പെട്ടും അത്രയും അധ്വാനിച്ചും ഉണ്ടാക്കിയ പൈസയാണ്. അപ്പം വെറുതെ മാർക്കറ്റിന് കൊടുക്കാനല്ല. സ്റ്റോപ്പ് ലോസ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. സ്റ്റോപ്പ് ലോസ് മാർക്കറ്റിൻ്റെ പാർട്ടാണ്. സോ സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ഒന്നും മാർക്കറ്റിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ സ്റ്റോപ്പ് ലോസ് പോകും. അതിനകത്ത് യാതൊരു തർക്കവും ഇല്ല, യാതൊരു കോംപ്രമൈസും ഇല്ല. അപ്പോൾ പോകുമ്പോൾ ചെറുതായിട്ട് ലൂസ് ചെയ്യാനും കിട്ടുമ്പോൾ വലുതായിട്ട് അച്ചീവ് ചെയ്യാനും ശ്രമിക്കുക. അപ്പം $3 $4 ഒക്കെ ലോസ് കൊടുത്തിട്ട് $10 $15 ഒക്കെ അച്ചീവ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഓവറോൾ നമുക്ക് ഒരു സൈഡ് ഇൻകം ആവും. ഇത് നമ്മളുടെ ഒരു ടാലൻറ്റും കൂടിയാണ്. ട്രേഡിംഗ് ഡെവലപ്പ് ചെയ്തെടുക്കുക, അതിൽ സസ്റ്റെയിൻ ചെയ്യുക, അതിൽ നമ്മൾ നിലനിന്ന് പോവുക എന്നുള്ളതൊക്കെ. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടവും ചെയ്യാൻ താല്പര്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓവറോൾ ബുക്കിൽ നോക്കി പഠിക്കാൻ ഇപ്പോൾ 1:2 ഒക്കെ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഭയങ്കര പാടാണ്. കാരണം ഞാൻ എപ്പോഴും 100 പോയിൻറ്റ്സ് വെച്ചിറങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 പോയിൻറ്റ്സിൻ്റെ ഒരു മൊമെൻറ്റം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഒന്നില്ലെങ്കിൽ സൈഡ് ആവാൻ തുടങ്ങും, ഇല്ലെങ്കിൽ തിരിച്ച് വേറൊരു മൊമെൻറ്റം ചെയ്യാൻ തുടങ്ങും. സോ അതാണ് ഞാൻ എപ്പോഴും 100 പോയിൻറ്റ്സ്. പക്ഷേ ക്രിപ്റ്റോയിലോ ഇതിലും ഒന്നും അങ്ങനെയല്ല. ഇത് വളരെ മൊമെൻറ്റം കൂടുതലാണ്. നമ്മളുടെ എത്ര ഇതിലേക്കാണ് മൊമെൻറ്റം ചെയ്യുന്നതെന്നുള്ളതും കൂടുതലാണ്. സോ എനിവേസ് നോക്കുക. ഇപ്പോൾ ഞാൻ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു ഏത് പ്ലാറ്റ്ഫോമാണ് നല്ലത് ട്രേഡ് എടുക്കാനെന്ന്. ഞാൻ അങ്ങനെ അധികം പ്ലാറ്റ്ഫോം ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അധികം എന്നല്ല, പ്ലാറ്റ്ഫോംസ് വേറെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഡെൽറ്റയാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് വലിയ കുഴപ്പം തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ ഇതിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ടില്ല. പക്ഷേ നല്ല റെക്കമെൻഡേഷനും ഇപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഡെൽറ്റയ്ക്ക് നല്ലൊരു ആവറേജ് ഒരു ചാർട്ടാണെങ്കിലും അത്യാവശ്യം നല്ല ചാർട്ടും അത്യാവശ്യം നല്ല നമുക്ക് ട്രേഡ് എടുക്കാനുള്ള സിംപ്ലിസിറ്റിയൊക്കെ വളരെ സിമ്പിളാണ്. സോ ഞാൻ യൂസ് ചെയ്യുന്ന ഡെൽറ്റയാണ്. എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഏതാണ് യൂസ്ഫുൾ എന്ന് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. ഇതിലിപ്പോൾ ഞാൻ കുറച്ചേ ആയുള്ളൂ ഞാൻ അക്കൗണ്ട് എടുത്തിട്ട്. ഞാൻ വീഡിയോ ഇടണമെന്ന് ചോദിച്ചത് കാരണം വീഡിയോ എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ നമ്മളൊരു ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ ബേസ് ചെയ്താണ് ഞാൻ നമ്മുടെ ചാനൽ തുടങ്ങിയത്. അതാണ് ഞാൻ ഇന്നലെ ചോദിച്ചത് വീഡിയോ ഇടണമെന്ന്. അപ്പോൾ സാറ്റർഡേ സൺഡേ ഫ്രീ ആണല്ലോ, അപ്പോൾ ഇതിലെടുക്കുന്ന ട്രേഡ് റെക്കോർഡ് ചെയ്ത് അതിൻ്റെ അകത്ത് ഇട്ടാലോ എന്ന് എനിക്ക് ഇങ്ങനെ തോന്നി. സോ എനിവേയ്സ് ഇപ്പോൾ ചെറിയൊരു പ്രോഫിറ്റ് ഒരു 1.4 ചെറിയൊരു പ്രോഫിറ്റ് എന്ന് പറഞ്ഞേ ഉള്ളൂ, അത് റെഡ് ക്യാൻഡിലായി മാറി. ഓക്കെ, എനിവേയ്സ് ഇപ്പോൾ ഏകദേശം നമ്മളുടെ കോസ്റ്റിൽ തന്നെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം. എനിക്കിപ്പോൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങാൻ സമയമായി. സോ ഞാൻ വിചാരിക്കുന്നത് ട്രേഡിങ്ങിനെ പോട്ടെ, എന്നിട്ട്
ജസ്റ്റ് എവിടെയെങ്കിലും വഴിയിൽ എവിടെയെങ്കിലും സമയം കിട്ടുവാണെന്നുണ്ടെങ്കിൽ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും റെഡി ആണല്ലോ. അപ്പോൾ നമ്മളുടെ ഒരു ക്യാൻഡിലിൻ്റെ ലോയിൽ വരുവാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് മാർക്കറ്റ് ചെയ്യുന്നത് നമ്മൾ വേണമെന്നില്ല. മാർക്കറ്റ് തന്നെ നമ്മളെ വെളിയിലാക്കിക്കോളും. ഏതായാലും ഒന്ന് വെയിറ്റ് ചെയ്യാൻ ട്രേഡേഴ്സ്, എന്നിട്ട് ഞാൻ അപ്ഡേറ്റ്. ട്രേഡേഴ്സ് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട് നമ്മളുടെ ട്രേഡിൽ. ഞാൻ രാവിലെ 9:30 എടുത്ത ട്രേഡാണ്. ഇപ്പോൾ ഏകദേശം ഒരു 1.25 ആയിട്ടുണ്ട്. നമുക്ക് ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്തേക്കാം. ഓവറോൾ ഒരു $41 പ്രോഫിറ്റ് നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ വീട് എത്തിയതിന് ശേഷമാണ് പിന്നെ ട്രേഡ് നോക്കിയത്. ഓവറോൾ ഒരു $40 പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. താങ്ക് യു.